മുഖ്യമന്ത്രിയെ പോലെ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാവപ്പെട്ട ബിസ്മീർ സർക്കാർ ആശുപത്രിയിലേക്ക് പോയത്. നെഞ്ചുവേദനയുമായി ബിസ്മീറും ജാസ്മിനും വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ചിന്തിച്ചിരുന്നില്ല ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം രാത്രി അടച്ചുപൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു ജീവനക്കാര്. ബിസ്മീർ ശ്വാസം മുട്ടും നെഞ്ചുവേദനയും കൊണ്ട് പെടഞ്ഞോണ്ടിരുന്നപ്പോ പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുവന്ന്. കുറെ നേരം ബെല്ലടിച്ചും തട്ടി വിളിച്ചുമൊക്കെ നോക്കി, ആരും വന്നില്ല. കുറെ അധികം നേരം കഴിഞ്ഞിട്ടാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അവിടെ വന്നത്. പക്ഷെ കുടുംബം പറഞ്ഞതനുസരിച്ച് ഈ ഡോക്ടർ ഒന്ന് പരിശോധിച്ചു പോലും നോക്കാതെ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പ്രാഥമിക ശുശ്രൂഷ അവിടെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ബിസ്മീറിന്റെ മക്കൾ അനാഥരാവില്ലായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് മരിക്കേണ്ടെന്ന് ബിസ്മീർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതൊന്നും ആ ഡോക്ടർ ചെവിക്കൊണ്ടില്ല. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്വാസം മുട്ടലായിട്ട് വന്ന ബിസ്മീറിന് ചിലപ്പോൾ ഒരു നെബുലൈസേഷൻ കൊടുത്തിരുന്നെങ്കിൽ പോലും ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇതിന് സർക്കാർ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ഭരിക്കുന്നവർക്ക് ഒരു നീതി, വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് ഒരു നീതി. ഇനിയിപ്പോ ഇതിൽ കൂടിപ്പോയ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കുമായിരിക്കും. അതാണല്ലോ സ്ഥിര ഏർപ്പാട്. പക്ഷെ ഇനി അത് നടക്കില്ല. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. സർക്കാർ ജോലിക്കാർക്ക് എന്തുമാവാന്നുള്ള ധാർഷ്ട്യമുണ്ട്, അത് സർക്കാർ തന്നെ ഇല്ലാണ്ടാക്കണം. ഇനി എന്തൊക്കെ ചെയ്താലും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടില്ല. പക്ഷെ ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് എപ്പോഴും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാറുണ്ടല്ലോ. ഇതാണോ നമ്പർ 1? ജനങ്ങളെ ചികിത്സിക്കാനാണോ കൊല്ലാനാണോ സർക്കാർ ആശുപത്രിയുള്ളത്? ബിസ്മീറിന്റെ കുടുംബത്തിന് എന്തായാലും നീതി ലഭിക്കണം. ബിസ്മീറിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്താൽ പോരാ, ഡിസ്മിസ് തന്നെ ചെയ്യണം.